നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് കുറച്ച് നാരങ്ങ കിട്ടിയിട്ടുണ്ട്, ചെറുനാരങ്ങ. വെള്ളം കുടിക്കാനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മുടെ പടിക്കക്കൂടെ വണ്ടിയിൽ പോയപ്പോഴേ വാങ്ങിയതാണ്. കുറച്ച് പച്ചയുണ്ട്, കുറച്ച് പഴുത്തതുണ്ട്. അപ്പോൾ നമുക്ക് പഴുത്തത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ഒക്കെ പഴുത്ത് കിട്ടുമായിരിക്കും. നല്ല നാരങ്ങയാണ്, പുളി കയ്പൊന്നും ഇല്ലാത്ത നല്ല നാരങ്ങയാണ്. കുറച്ചെടുത്തിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. പണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ചാർ, പക്ഷെ അന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തുണ്ടായില്ല. ഇപ്രാവശ്യം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്. നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ചെറുനാരങ്ങ ഇടാം. ഒരു 15 ചെറുതായത് കൊണ്ട് ഞാൻ 15 എടുത്തേക്കണത്. ഒരു 10 ഉണ്ടാക്കിയാലും മതി, എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 15 ചെറിയ നാരങ്ങ. ഒന്ന് പതുക്കെ തിളക്കട്ടെ. വെള്ളത്തിലിട്ടിട്ട് ഒന്നിങ്ങനെ ആക്കുമ്പോൾ, വേവിക്കുമ്പോൾ, അധികം വേവരുത് കേട്ടോ. വേവിക്കുമ്പോൾ ആക്കുമ്പോൾ അതിന്റെ കയ്പ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി പൊക്കോളും. അപ്പൊ കറിക്ക് ഒട്ടും തന്നെ കയ്പുണ്ടാവില്ല. അതിനാണ്. രണ്ടാമത്തത് തൊലി നല്ല മാർദ്ദവായിട്ട് കിട്ടും, മൃദുവായിട്ട് കിട്ടും. അത് 2 കാര്യങ്ങളാണ് കേട്ടോ. വേഗം അതെടുത്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പൊ ഇത് തിളക്കുമ്പോഴേക്കും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു കണ്ടോ നല്ല വലിയ വെളുത്തുള്ളിയാണ്, നല്ല ചോളയാണ്, സൂപ്പറാണ്. ഇന്ന് വാങ്ങിയതാട്ടോ. എനിക്ക് 3 പച്ചമുളക് നമുക്ക് നുറുക്കി വെക്കാം. ഇതെല്ലാതും ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചെറുനാരങ്ങ മാത്രം ഉണ്ടെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ഇതിലെന്താ നമുക്ക് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ വറ്റൽമുളക് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇടുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദുണ്ടെന്ന് മാത്രം. പൊട്ടിച്ചു വെച്ചു. കറിവേപ്പിലയും ഊരി വെച്ചു. കുറച്ച് മതി, അധികമൊന്നും വേണ്ട. ആവശ്യത്തിന് മതിയല്ലോ, അധികം വേണ്ട. ഇനി ഇഞ്ചി ചെറിയ ചെറിയ പീസസ് ആക്കാം. നോക്കൂ, തിളച്ചു കേട്ടോ. കണ്ടോ, വെള്ളം തിളച്ചു. നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഓഫാക്കി കുറച്ച് നേരം കൂടി ഇതിലിരുന്നോട്ടെ കേട്ടോ. അത് ഒന്നും കൂടി ആവണ്ടേ. നമുക്ക് ഇത് വാങ്ങിയിട്ട് ഇതിന്ന് ഇത് കോരി വെക്കാം കേട്ടോ. ഇതിന്റെ ആ കയ്പൊക്കെ അതിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. നമുക്കിത് മുറിക്കണമല്ലോ. അപ്പൊ ചൂടാറിയിട്ട് വേണം, ഈ കൈ പൊള്ളും. മാത്രല്ല ഇതിന്മേലുള്ള വെള്ളം ഒക്കെ ഒന്ന് തോർന്ന് കിട്ടണം. കുറച്ച് കഴിയുമ്പോൾ ഇത് ആവിയായിട്ട് വെള്ളമൊക്കെ പറ്റും. അപ്പൊ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ആവിയായിട്ട് പോയിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല, ഉണ്ടോ? പക്ഷെ ചൂട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ചെറുതായിട്ട് ചൂടുണ്ട്, സാരില്ല. നമുക്കിത് മുറിക്കാം. ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഒരു 4 കഷ്ണമൊക്കെ ആക്കിയാൽ മതി. വലുതാണെങ്കിൽ 8 കഷ്ണമൊക്കെ ആക്കായിരുന്നു. നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഇതിന് ആവശ്യം കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ അമങ്ങിപ്പോകും, ചതയും ആകെ. നല്ല മൂർച്ചയുണ്ട് ഇതിന്. ഒരെണ്ണം 4 കഷ്ണമാക്കി. അങ്ങനെ ഇതൊക്കെ ഒരു 4 കഷ്ണം വെച്ചാക്കാം. ചെറുതായത് കൊണ്ടാട്ടോ. അപ്പൊ നമ്മള് ഇതൊക്കെ നുറുക്കിട്ടോ. ഒരു ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഒരെണ്ണം 4 എണ്ണം ആക്കിക്കാണ്. വലുതാണെങ്കിൽ 8 എണ്ണമൊക്കെ ആക്കാം. അതിന്റെ കുരു മുറിച്ചപ്പോൾ അതിന്റെ കുരുവൊക്കെ നമുക്ക് കിട്ടി, അത് കളയാണ്. ഇനിയിപ്പോ ഒരു കുരു ഇതിലുണ്ടെന്ന് വെച്ചിട്ടൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെതാ ഇഞ്ചി ഞാൻ ചെറുത നീളത്തില് അരിഞ്ഞു വെച്ചു. ഇതെല്ലാം തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക്. വെച്ചിട്ട് ഇടപ്പത്ത് വെച്ചു, തീ കത്തിച്ചു. നല്ലെണ്ണയാണ് ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണ. ഇത് മഹിമ എള്ളെണ്ണ.
നന്നായിട്ട് ഒഴിക്കണം കേട്ടോ. ഈ വെള്ളമൊന്നും ചേർക്കില്ലല്ലോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി കടുക് ഇടാം കേട്ടോ. കടുക് ഒരു 2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടട്ടെ. ഇത് ഞാൻ സിമ്മിലാക്കണം കേട്ടോ. നല്ല തീയെ കരിയിലപ്പളേ കടുക് കരിഞ്ഞാൽ രസം ഉണ്ടാവില്ല. ഒന്നും കരിയാൻ പാടില്ലല്ലോ. പൊട്ടിക്കഴിഞ്ഞു. ഇഞ്ചി ഇടാണ്. ഇഞ്ചി ഇട്ടു. വെളുത്തുള്ളി ഇട്ടു. പച്ചമുളകിടാം. വറ്റൽമുളകിടാം 2 എണ്ണം പൊട്ടിച്ചത്. കറിവേപ്പില ഇടാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോഴേ ഓൺലി ചെറുനാരങ്ങ ഇത്തിരി വെളുത്തുള്ളി മാത്രമേ ചേർത്തിരുന്നുള്ളൂ. ഓരോരുത്തർ ചോദിച്ചു ഇതൊക്കെ കറിവേപ്പില ഇടണ്ടേ, പച്ചമുളക് ഇടണ്ടേ, ഇഞ്ചി ഇടണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇട്ടാൽ തന്നെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇട്ടാലേ അന്ന് ഞാൻ ഇട്ടിരുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നു. നന്നായിട്ടൊന്ന് ഇത് വഴന്ന് കിട്ടണം കേട്ടോ. അതായത് വേവണ്ടേ ഒന്ന് പതുക്കനെ. ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, കാര്യം പറഞ്ഞിട്ട് അതിൽ ഉപ്പിടണം. ഉപ്പിടാം കേട്ടോ. ഇതിൽ പിടിക്കട്ടെ. നല്ല വാസനയാണ് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ എണ്ണയിൽ വഴന്ന വാസന, അടിപൊളി വാസന. ചുവപ്പ് നിറാവണം ഉള്ളിയൊന്നും. നമുക്ക് ഒരു വിധം വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. നല്ല ഭംഗിയുള്ളൊരു കളറായി. നമ്മൾ നാരങ്ങയ്ക്ക് മാത്രമാണ് ഉപ്പുപൊടി ഇട്ടിട്ടുള്ളൂ. കുറച്ച് ഉപ്പുപൊടി കൂടി ഇടാട്ടോ. മറ്റേ കുറച്ച് ഉപ്പുപൊടി കൂടി ഇട്ടു. ഇപ്പം നാരങ്ങത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇടാം. ഉലുവപ്പൊടി കുറച്ച് ഇടാണ്. കായത്തിൻ്റെ പൊടി 1 ടീസ്പൂണ് ഇട്ടു. പിന്നെ മുളകാണ് ഇടുന്നത്. നല്ല ഈ മുളക് പൊടി ഇട്ടാൽ നല്ല എരിവായിരിക്കും. അത് കാരണം ഞാൻ 1 സ്പൂൺ മാത്രമേ ഇത് ഇടുന്നുള്ളൂ. പിന്നെ നല്ല കളർ ഉണ്ടാവാനും അച്ചാറിന് ഭംഗി ഉണ്ടാവാനൊക്കെ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് കേട്ടോ. ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതാകുമ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല, നിറം ഉണ്ടാവും, ഭംഗി ഉണ്ടാവും. ഞാൻ തീ ഓഫാക്കി കേട്ടോ. തീ ഓഫാക്കി ഈ ചൂടുള്ള എണ്ണയിൽ കിടന്നിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞു കേട്ടോ. കറി കേട്ടോ. മുളകൊന്ന് നോക്കാം അല്ലേ. ഉപ്പ്
പാകത്തിന്. പക്ഷെ ഇതിലേക്ക് ഉപ്പ് പിടിക്കാൻ കുറച്ച് ഉപ്പ് കൂടി ഇടാം കേട്ടോ. അച്ചാറിൽ ഉപ്പ് ഇങ്ങനെ മുന്തി നിൽക്കണം എന്നാ പറയാ. അപ്പം എന്താ പറയും, പ്രഷറുള്ളവർ അച്ചാർ കഴിക്കരുത് എന്ന് പറയുന്ന കാരണം അവൻ കണ്ടമാനം ഉപ്പുണ്ടാവേ, അതിനെ കാരണം. ഇത്തിരി മുളക് പൊടി ഇടാം കേട്ടോ, ഒരു കളറുണ്ട് വരണ്ടേ. സൂപ്പർ ഗ്രേവി കേട്ടോ. നമുക്ക് വെള്ളം ഇല്ലല്ലോ, ഗ്രേവി ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് ചൊറുക്ക ഒഴിക്കാം. ഞാനിപ്പോൾ ചൊറുക്ക വാങ്ങിയത് ഡബിൾ ഹോഴ്സിൻ്റെ സിന്തറ്റിക് വിനെഗറാണ്, 500 ml. നമുക്ക് പൊട്ടിക്കാം. കുറച്ച് ഒഴിക്കാം കേട്ടോ, ആവശ്യത്തിനുള്ള ഗ്രേവി. ഇതൊഴിച്ചാൽ പൂപ്പലേ വരില്ല. നമ്മളിപ്പോൾ എത്ര എണ്ണയിൽ ഉണ്ടാക്കിയാലും വെറുതെ എടുത്ത് വെച്ചാൽ പൂപ്പൽ വരും. ഇത് കുറച്ച് ഒഴിച്ചാൽ പൂപ്പൽ വരില്ല. അച്ചാർ അധികം കഴിക്കില്ലല്ലോ, കുറച്ചല്ലേ കഴിക്കുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഉപ്പ് എരിവൊക്കെ ഉണ്ട് കേട്ടോ, ഉപ്പിടാം. അടിപൊളിയുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യാന്നറിയോ, ഇങ്ങനെ പകർത്തി വെക്കാം. പക്ഷേ ഇതിൻ്റെ ഉപ്പ്, എരിവ്, പുളി ഒക്കെ ഒന്ന് ശമിക്കാനായിട്ട് ഒരു സാധനം ചേർക്കണം കേട്ടോ. എൽസി ടീച്ചർ പറഞ്ഞ സൂപ്പറാണ് കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞത് പറയണ്ടേ, സദ്യക്കാരുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അത്ര. 1 സ്പൂണ് പഞ്ചസാര ഇടാം. ഇപ്പം എന്തൊക്കെ ചേർത്തണമെന്നറിയോ, നാരങ്ങ വാട്ടിയിട്ട് വെള്ളത്തിലിട്ട് വാട്ടിയിട്ട് മുറിച്ച് വെച്ചു, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ മെയിനായിട്ട് വെളുത്തുള്ളി, ഇതൊക്കെ റെഡിയാക്കി എണ്ണയിൽ കടുക് പൊട്ടിച്ചു. പിന്നെ അതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ടു, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാ സാധനങ്ങളും ഇട്ടു. അതും വിധം വഴന്ന് വന്നപ്പോൾ നാരങ്ങ നുറുക്കി വെച്ചിട്ട് ഇട്ടു. അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ ഉലുവ, കായം. നമുക്ക് ചൂടാറുമ്പോൾ നോക്കാട്ടെ, മധുരമായിട്ടുണ്ടാവും ഇതിന്. ഇതാണ് കേട്ടോ സദ്യക്കാരുടെ സൂപ്പർ. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ അച്ചാർ മസ്റ്റാണ്. ബിരിയാണി, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ. അടിപൊളി. കേസരി കേസരിയ ഉണ്ടാ, ഒന്ന് വരുമോ? കേസരി കൊണ്ടാണ് ഞാൻ എല്ലാവരും നോക്കിക്കുന്നത് കേട്ടോ. ടെസ്റ്റിങ് നോക്കൂ, ഇതുണ്ട്. ഇഷ്ടമായോ? ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഇത് പക്ഷേ മുൻപ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇതേപോലത്തെ സാധനം മുൻപ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഇതൊന്നും ചേർത്തില്ല, ഇഞ്ചി ചേർത്തുണ്ടായില്ല, പിന്നെ കറിവേപ്പില ചേർത്തുണ്ടായില്ല, പച്ചമുളക് ചേർത്തുണ്ടായില്ല, പഞ്ചസാര ഇട്ടാറുണ്ടല്ലോ. ഇതും നല്ലതാണ് പൂപ്പൽ വരാണ്ടിരിക്കാനായിട്ട്. അപ്പൊ എത്ര വെള്ളം കുറഞ്ഞു കേട്ടോ. ഇനി കുറയൂല്ലേ, ഇരുന്നിരുന്ന് വെള്ളം കുറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇത്തിരി ചോറുകൊണ്ട് കഴിക്കാം അല്ലേ. ചൂടാറുമ്പോഴേ പിന്നെ മാത്രല്ല, ഈ ഉലുവ ഉണ്ടല്ലോ, ഉലുവ ഇട്ടാലാണ് കൊഴുപ്പ് കിട്ടുക. ഉലുവ അതിനുള്ളതാ, സ്വാദും ഉണ്ട്, കൊഴുപ്പുണ്ട്. ചൂടാറിയിട്ട് കുപ്പിയിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് അന്നുണ്ടാക്കിയേക്കാളും കുറച്ചും കൂടി സൂപ്പറായിരിക്കും. മനസ്സിലായല്ലോ. ഇതിൽ വേറെ കുറേ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും, അതും സൂപ്പർ തന്നെയാണ് കേട്ടോ. അല്ലാന്ന് ഞാൻ പറയില്ല, നല്ലത് തന്നെയാണ്. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലുള്ളത് വെച്ചാണ് ഉണ്ടാക്കുക. അന്ന് ഉണ്ടാക്കിയത് അത്, അന്ന് മറ്റത് ചേർത്തില്ല. ഇന്നിപ്പോൾ ഇതൊക്കെ ഉണ്ട്, അത് ചേർത്തു, അത്ര തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ.
അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ കുറേ പേര്. ചില പേര് പറഞ്ഞു ടീച്ചറുടെ പഴയ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പണ്ടത്തെ വ്യൂവേഴ്സിൽ പെട്ട ആൾക്കാർ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ അവർ പറയും മുമ്പ് ഇട്ടക്കണത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഉണ്ടാക്കാം കേട്ടോ. നമുക്കിപ്പോൾ 10 നാരങ്ങ അല്ലെങ്കിൽ ഒരു 5 നാരങ്ങ കിട്ടിയാലും ഉണ്ടാക്കാം. ഓക്കെ.